പറയൂ മായേ, പറ. എന്താ ഒരു ശബ്ദം? ഇടയ്ക്കിടയ്ക്ക് വല്ലാതെ കേൾക്കുന്നുണ്ടല്ലോ. ഓ, അവളാണല്ലോ വിളിക്കുന്നത്. എവിടെ എത്തിയടി? നീ പറഞ്ഞില്ലെങ്കിൽ നിന്റെ പ്രാണൻ തന്നെ നഷ്ടപ്പെടും. പറ, എന്റെ ആദിശേഷൻ ആരാണെന്ന് പറ. പ്രാണൻ എനിക്ക് നഷ്ടമായാലും സാരമില്ല. അതാരാണെന്ന് ഞാൻ പറയില്ല. ശരി, നീയായിട്ടൊന്നും പറയണ്ട. അറിയാനുള്ള വഴി എനിക്ക് എപ്പോഴേ കിട്ടിക്കഴിഞ്ഞു. ഒരു ദിവസം കാത്തിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ എന്റെ ആദിശേഷൻ ആരാണെന്ന് ഞാൻ ഉറപ്പായി മനസ്സിലാക്കും. എങ്ങനെ? നാഗമാണിക്യത്തിന്റെ ശക്തി കൊണ്ട്. എന്താ എന്തായി പറയുന്നേ? നിനക്ക് നാഗമാണിക്യം കിട്ടിയോ? നാഗമാണിക്യം എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അതിന്റെ ശക്തി എനിക്ക് എന്റെ ആദിശേഷനെ കാണിച്ചു തരും. എന്നുവെച്ചാ നാളെയാണ് അമാവാസി. നാഗമാണിക്യം അതിന്റെ വിശേഷപ്പെട്ട ശക്തി കൈവരിക്കുന്ന ദിവസം. ആ ശക്തി ആരാണോ സിദ്ധരായിട്ടുള്ളത് അവരിലേക്ക് വന്ന് ചേരുന്നതായിരിക്കും. ഞാൻ പൂജ ചെയ്ത് ആ ശക്തി എന്റെ ആദിശേഷനിലേക്ക് വന്നു ചേരാൻ വേണ്ടുന്നതെല്ലാം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദിശേഷൻ ത്രിവിക്രമാണോ തൃശൂലാണോ എന്നുള്ളത് എനിക്ക് കൃത്യമായി തന്നെ അറിയാൻ കഴിയും. നാഗമാണിക്യം നിന്റെ കൈവിട്ടു പോയിരിക്കുന്നു. എന്നിട്ടും നീ അതിന്റെ ശക്തിയിൽ വിശ്വസിച്ചിരിക്കുകയാണോ? എന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നില്ല ശിവാനി. വിശ്വാസമാണ് എന്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ആ മഹാദേവൻ എന്നോട് ഇതുവരെ അനീതി കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയുമില്ല. നിന്റെ പരമേശ്വരനെ രക്ഷിക്കാൻ വേണ്ടി അമാവാസി വരെ ആദിശേഷൻ ജീവിച്ചിരിക്കണ്ടേ? ഞാൻ അവനെ രക്ഷിച്ചിരിക്കും. നിനക്ക് ത്രിവിക്രമനെയും തൃശൂലിനെയും കൊല്ലണമെന്നുണ്ടെങ്കിൽ എന്നെ മറികടന്നേ പോകാൻ കഴിയൂ. അവരുടെ ജീവന് വേണ്ടി എന്റെ ഈ ജീവൻ പോലും കളയാൻ ഞാൻ തയ്യാറാണ്. വ്യക്തമായിട്ട് തന്നെ പറയാം, നീ കേട്ടോളുമായേ. ഇനി ഒരു ദിവസം, ഒരേ ഒരു ദിവസം, നാളെ അമാവാസി. നാളെ എന്റെ ആദിശേഷൻ ആരാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. നീയല്ല, നിന്റെ കൂടെ 1000 പേർ വന്നാലും ഞങ്ങൾ ഒന്നിക്കുന്നതിൽ നിന്ന് ആർക്കും തന്നെ തടയാൻ കഴിയില്ല. ശിവാനി ഇതെവിടെ പോയി? ലാസ്റ്റായിട്ട് ഇന്നലെ രാത്രി കണ്ടതാണല്ലോ. ഛേ, ഫോൺ ചെയ്യാന്ന് വിചാരിച്ച ഫോൺ ഇവിടെ വെച്ചിട്ട് പോയിരിക്കുക. എന്താ ഇപ്പൊ ചെയ്യാ? അവളെ കണ്ടുപിടിക്കണമല്ലോ. പക്ഷെ എവിടെയാ? തൃശൂർ, നീ ഇവിടേക്ക് പോണേ? പുറത്തേക്ക് പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ശിവാനി, ഞാൻ നിന്നെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയേ. നീ ഇതെവിടേക്കാ പോയേ? ഞാൻ എവിടെയും പോയില്ല. വിട്ടേക്ക്. നീ ആദ്യം അകത്തേക്ക് പോ. ശിവാനി, ഞാൻ പറഞ്ഞു അകത്തേക്ക് വരാൻ പറഞ്ഞ. ശിവാനി, എന്തിനാ എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നത്? നിനക്ക് എന്താ പറ്റി? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ദയവേത് നീ പുറത്തേക്ക് പോകരുത്. ഇപ്രാവശ്യമെങ്കിലും എന്നെ ഒന്ന് അനുസരിക്കും. ഓ, കൂൾ കൂൾ കൂൾ. ഓക്കെ, ശരി. എന്താ ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആവുന്നേ? ഞാൻ നിന്നെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് വേറെ എവിടേക്കും അല്ല ശിവാനി. വേണ്ട, എന്നെ അന്വേഷിച്ചിട്ടാണെങ്കിലും നീ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. ശിവാനി, നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നീ അതെന്റെ അടുത്ത് പറയുന്നില്ല എന്ന് മാത്രം. എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഞാൻ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. അതെയോ? സുഖമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാ അതെന്റെ കണ്ണി നോക്കി ഒന്ന് പറഞ്ഞേ.
കേട്ടുകൊണ്ടേയിരിക്കാൻ തോന്നാ. അവന്റെ മടി കിടക്കുമ്പോ സമാധാനായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അപ്പോ തൃശൂലാണോ എന്റെ ആദിശേഷൻ? തൃശൂലാണ് ആദിശേഷനെങ്കിൽ ആ മായ എന്തിനാ ത്രിവിക്രമനെ കൊല്ലാൻ നോക്കുന്നത്? അപ്പോ ഞാൻ കരുതിയിരിക്കുന്നതാണോ സത്യം? ത്രിവിക്രമനാണോ എന്റെ ആദിശേഷൻ? ഇല്ല, ശരിയായ ഉത്തരം കിട്ടാതെ തീരുമാനം എടുക്കുന്നത് തെറ്റാണ്. നാളെയല്ലേ അമാവാസി? എന്റെ ആദിശേഷൻ ആരാണെന്നുള്ളത് നാളെ എനിക്ക് മനസ്സിലാവും. മഹാദേവ, എന്തിനാണ് അങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? ആ മായാങ്കന ഓരോ നിമിഷവും എന്നെ വേട്ടയാടുകയാണ്. തൃശൂലിന്റെയും ത്രിവിക്രമന്റെയും ജീവൻ ആപത്തുണ്ടാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ആ രണ്ടുപേരിൽ ആരാണ് എന്റെ ആദിശേഷനെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ടില്ല മഹാദേവ. അവർ രണ്ടുപേരിൽ ആരാണ് ആദിശേഷൻ എന്ന് കണ്ടുപിടിച്ച് എനിക്ക് അവനെ രക്ഷിച്ചേ പറ്റൂ. അത് മാത്രമല്ല, കൂട്ടത്തിൽ എനിക്കൊരു നിരപരാധിയുടെ ജീവൻ കൂടെ രക്ഷിച്ചേ മതിയാകൂ. എനിക്കിപ്പോൾ ഒരു ആശ്രയമായിട്ടുള്ളത് അങ്ങ് മാത്രമാണ്. നീ ഇനിയും എന്നോട് കൃപ കാണിച്ചില്ലെങ്കിൽ ഞാൻ ഭൂമിയിലേക്ക് പോയതിന്റെ ഉദ്ദേശം എന്നെ വിശ്വസിച്ചിരിക്കുന്ന ആ നാഗലോകം രണ്ടും എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെടും. എല്ലാം നശിച്ചു പോവുകയും ചെയ്യും. നാഗലോകത്തുള്ളവൾ തന്നെ എന്റെ ശത്രുവായി വന്നിരിക്കുകയാണ്. അവളോടാണ് ഞാനിപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മായാങ്കനയുമായി പോരാടാനായിട്ട് എനിക്ക് എന്റെ ശക്തികൾ മാത്രം മതിയാവില്ല മഹാദേവ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ ഒരു ആശ്രയമായിട്ടുള്ളത് അങ്ങ് മാത്രമാണ്. നടുക്കടലിൽ ഞാനിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. തീരത്തേക്ക് അടുപ്പിക്കേണ്ട കടമ നിനക്കാണ്. എന്നുവെച്ച് ഞാൻ കൈയും കെട്ട് വെറുതെ ഇരിക്കില്ല. പോരാടും. എന്റെ അവസാന ശ്വാസം വരെയും യുദ്ധം ചെയ്യും. എന്റെ ആദിശേഷൻ ആരാണെന്ന് മനസ്സിലാക്കി അവനെ രക്ഷിക്കുകയും ചെയ്യും. അതിനങ്ങ് എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ത്രിവിക്രം, മായ, നീയോ? അത് ത്രിവിക്രം എവിടെ? അവൻ പുറത്തെവിടെയോ പോയിരിക്കുക. പുറത്തോ? എവിടേക്കാ? അവൻ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ, അത് ചോദിക്കാൻ നീ ആരാ? അത് അങ്കിൾ, എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ, നീ നിന്റെ വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവന്നോ? അത് ഇല്ല അങ്കിൾ, നാളെയോ മറ്റന്നാളോ അവരെ ഞാൻ കൊണ്ടുവന്നോളാം. ഇപ്പൊ ത്രിവിക്രം എവിടെ പോയിരിക്കുകയാണെന്നുള്ളത് എന്നോട് പറയാൻ പറ്റുമോ? ശിവാനിയും തൃശൂലും ത്രിവിക്രവും വീട്ടിലില്ല. അവരെവിടെ പോയിരിക്കാം. ത്രിവിക്രവും തൃശൂലും ഒരേ ദിവസത്തിൽ ഒരേ മുഹൂർത്തത്തിൽ ജനിച്ചവരല്ലേ. അതുകൊണ്ട് അവരുടെ ജന്മനക്ഷത്രത്തിൽ എന്തോ ഒരു ദോഷമുണ്ടത്രേ. ഇന്ന് അമാവാസിയല്ലേ, അതുകൊണ്ട് പൂജ ചെയ്യാനായി ശിവാനി അവരും കൂട്ടി അമ്പലത്തിലേക്ക് പോയിരിക്കുക. എന്ത്? ശിവാനി കൂട്ടിക്കൊണ്ടുപോയെന്നോ? എവിടെ? ഏതമ്പലം? ഏതമ്പലത്തിലേക്ക്? അറിയില്ല, അറിഞ്ഞാൽ പറയേയില്ല. ഈ ഡീറ്റെയിൽസ് ഒക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? അതെ അങ്കിൾ, അറിഞ്ഞ ആ അമ്പലത്തിലേക്ക് എനിക്കും പോവാലോ, അതിനുവേണ്ടി ചോദിച്ചതാ. അവർക്കെന്തോ ദൈവത്തിനെ കാണണമെന്ന് തോന്നി, അതുകൊണ്ട് അവര് പോയി. ദൈവം ആ ഒരു അമ്പലത്തിൽ മാത്രമല്ലോ ഉള്ളത്, വേറെ അമ്പലങ്ങളും ഉണ്ടല്ലോ. നിനക്ക് അങ്ങോട്ട് പോയിക്കൂടെ? പോകാം അങ്കിൾ, വേറെ അമ്പലത്തിലേക്ക് പോയിക്കോളാം. ശിവാനി, നീ എന്നിൽ നിന്ന് ത്രിവിക്രമിനെയും തൃശൂലിനെയും ഒളിപ്പിച്ച് എങ്ങോട്ടാ കൊണ്ടുപോയിരിക്കുന്നത്? എവിടെയുള്ളത് നീ? നീ എവിടെ ഒളിച്ചിരുന്നാലും ഞാൻ നിന്നെ ഉറപ്പായും കണ്ടുപിടിച്ചിരിക്കും. എന്റെ ദേഹത്ത് ത്രയംബകന്റെ ആത്മാവ് ഉള്ളിടത്തോളം കാലം എല്ലാം എനിക്ക് സാധ്യമായിരിക്കും.
ഓം ഹ്രീം ഹ്രീം ഹട്ട്. പോകൂ, ശിവാനിയുള്ള സ്ഥലം കണ്ടുപിടിച്ചു വാ. എന്റെ അസ്ത്രം നാശമായി പോയി. ഏതോ ഒരു ശക്തി എന്റെ അസ്ത്രത്തെ തടഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇനി വെറുതെ ഇരിക്കില്ല. വീണ്ടും മന്ത്രപ്രയോഗം ചെയ്തേ പറ്റൂ. പോകൂ, എതിർത്ത് നിൽക്കുന്ന എല്ലാ ശക്തികളെയും നശിപ്പിച്ച് അവരെ കണ്ടുപിടിച്ചിട്ട് വാ. ഇത് വിപുലമായി പോയല്ലോ. ശിവാനി ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് മറ്റേതോ ശക്തിയെ ഉപയോഗപ്പെടുത്തി രക്ഷാകവചം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ കവചം എന്റെ എല്ലാ ശക്തികളെയും തടയുകയാ. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? എന്താ ഞാനിപ്പോ ചെയ്യേണ്ടത്? ഞാനിപ്പോ കൈകെട്ടി വെറുതെ ഇരുന്നാൽ തൃശൂലാണ് ആദിശേഷനെന്ന് ശിവാനിക്ക് മനസ്സിലാകും. നാളത്തെ അമാവാസിക്ക് മുൻപ് തന്നെ ഞാൻ ആദിശേഷനെ സംഹരിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ പിന്നീട് എനിക്ക് ജീവിക്കാനാവില്ല. വരുന്ന അമാവാസിക്ക് മുൻപേ ശിവാനിയുടെ തനി നിറം പുറത്താക്കുകയും വേണം. അവളുടെ സർവനാശവും എനിക്ക് കാണണം. ശിവാനി, തൃശൂലിനെയും ത്രിവിക്രമിനെയും എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചാൽ നീ വിജയിക്കുമെന്ന് നീ കരുതിയോ? അത് അസാധ്യമാ. നിന്നെ കഷ്ടത്തിലാക്കാനുള്ള മാർഗം എനിക്ക് നന്നായിട്ട് അറിയാം. നീയാണ് നാഗറാണി എന്നുള്ള കാര്യം വീട്ടുകാരോട് പറഞ്ഞാൽ നിന്റെ കഥ അവസാനിക്കും. ഭൈരവഭാവയോട് ചേർന്ന് ഞാൻ നിന്റെ മരണം ഉറപ്പാക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ട കാര്യങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ ചെയ്തു തുടങ്ങും. നീ എന്തിനാ വീണ്ടും ഇവിടേക്ക് വന്നേ? അതെ, ത്രിവിക്രമനും തൃശൂലിനും എന്തെങ്കിലും സംഭവിക്കും. അവരുടെ ജീവൻ അപകടത്തിലാണ് ഉള്ളത്. അവരെ രണ്ടുപേരെയും നിങ്ങൾ തന്നെ രക്ഷിക്കണം. എന്താ മോളെ ഈ പറയുന്നേ? അവർക്ക് എന്തു പറ്റി? മുത്തശ്ശി, അവരുടെ ജീവൻ അപകടത്തിലാണെന്ന്. ഇത്ര പെട്ടെന്ന് അവർക്ക് എന്ത് സംഭവിച്ചു? അവരിപ്പോ എവിടെയുള്ളതെന്ന് നിനക്കറിയാമോ? എനിക്കറിയില്ല, പക്ഷെ അവരുടെ ജീവൻ അപകടത്തിലാണെന്നുള്ളത് സത്യമാ. നീ എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല. ആരുടെ കയ്യിൽ നിന്ന് ഈ വീടിനെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവരുടെ കൂടെ തന്നെ ഈ വീട്ടിലെ മക്കളെ പറഞ്ഞു വിട്ടില്ലേ? നീ ഇല്ലാത്തതൊന്നും പറയാൻ നിൽക്കണ്ട. തൃശൂലും ത്രിവിക്രവും പോയിരിക്കുന്നത് ശിവാനിയുടെ കൂടെയാ. അവള് തന്നെയാണ് ഈ വീടിന്റെ ആപത്തും. ശിവാനി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണ സ്ത്രീയല്ല. അവളൊരു ഇച്ഛാധാരി നാഗമാണ്. എന്താ പറഞ്ഞ? ശിവാനി നാഗമാണെന്നോ?